ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ്. ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ട്രിപ്പ് വന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ച് എന്നാൽ പിന്നെ ഒരു വ്ളോഗ് അങ്ങോട്ട് എടുക്കാമെന്ന്. നമ്മൾ എന്തുണ്ടെങ്കിലും വ്ളോഗ് എടുക്കുമല്ലോ. അങ്ങനെ ഇന്ന് നമ്മൾ വിചാരിച്ച് ഒരു വ്ളോഗ് അങ്ങോട്ട് എടുക്കാമെന്ന്. അപ്പം വ്ളോഗ് എന്താണെന്നുള്ളത് നിങ്ങൾ വയ്യേ കണ്ടോളി. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യങ്ങളോട് പറയാണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടണിൽ ഒന്ന് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നേരെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ്. ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് വന്നതാണ്. നമ്മൾ ഇപ്പം എൻ്റെ ഫാമിലി എല്ലാവരും കുറേ ആൾക്കാർ ചേർന്നിട്ട് നമ്മളൊരു ഫാമിലി ഒരു ടൂറ് പോലെ വന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ഉള്ളത് സ്കൈവേ സ്റ്റേസ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. വയനാടാണ് സ്ഥലം. അപ്പം കുറേ ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ എല്ലാവരും വരുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മളാട്ടോ എത്തി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എന്താ ഇവിടെ എത്തിക്കും. ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്. അപ്പം ഓല് വന്നിട്ട് നമുക്ക് ഓലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ എടുക്കാം. അപ്പോൾ ഈ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മളിത് അവിടെ നിന്ന് ഇൻട്രോ ഒക്കെ പറയുമ്പോൾ അല്ലു സാധാ ബാഗ് കൊണ്ട് അവിടുന്ന് പിന്നെ അടിക്കുക. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ഓലൊക്കെ വരുന്നുള്ളൂ കേട്ടോ. ഓലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാവരും ഒന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പം വരിക, നമുക്ക് കയറാം. ഓരോ റൂമാണല്ലേ ഇതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ റൂം ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ഓരോ റൂമുണ്ട്. ഈ ഒരു സൈഡിൽ ഓരോ സെക്ഷനായിട്ടാണ് തോന്നുന്നുള്ളത്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അല്ല ഇതിനകത്തേക്ക് ചാടാൻ പോകാന്നാ പറയുന്നത്. നല്ല ആഴുണ്ട്. ഇവിടെ എന്താ പറയുന്നതാ, ചെറിയ മക്കൾക്ക് ഇതാ ഈ ഒരു ഇവിടെ ഒരു കല്ല് വെച്ചില്ലേ, ഈ കല്ലിന്റെ ആ ഒരു ബൗണ്ടറി വരെ കളിക്കാൻ പാടുള്ളൂ. പിന്നെ വലിയ ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല ആഴുണ്ട്. കുറച്ച് ആഴുണ്ട്. കല്ലുമക്കൂടെ പോയാലോ? ഞാനൊന്ന് പോയി ഫോൺ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പം ഈ ഒരു മരത്തിൻ്റെ അടിയിലിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ ഇനിയും വരാണ്ട്, ഓലെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പം ഇവിടെയുള്ള പുറത്തുള്ള ഭംഗി ആസ്വദിക്കുകയാണ്. പിന്നെ നമ്മൾ റൂമിൽ കയറിയിട്ട് അവിടെയുള്ള റൂമിൻ്റെ ഫുൾ വ്യൂ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. നമുക്കൊരു ചെറിയ റൂം ടൂർ എടുക്കാം അവിടുന്ന്. പിന്നെ നിങ്ങളുടെ അല്ലൂസ് പറഞ്ഞു ഇതവിടെ മറ്റേ താഴോട്ടേക്ക് നമുക്ക് അല്ലൂസ് അങ്ങോട്ട് പോയിട്ട് പോവാം. അല്ലെങ്കിൽ ഓനും കൂടി വന്നാൽ ചിലപ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ വീണു. എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കൊക്കെ പോയി ഓരെല്ലാവരും വരുമല്ലോ, എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി വെക്കാം. അപ്പോൾ നമ്മൾ ഓരോ വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. കുറേ റൂമുണ്ട്. ഇതിൻ്റെ ഒരു ഇതെന്താണെന്നറിയാം, നമുക്ക് ഈ നടുവ് കൂടെ പോയി രണ്ട് സൈഡിലും
ഈ മരങ്ങളും റിസോർട്ടിൻ്റെ ആ ഒരു അപ്പുറത്തെ ഇപ്പുറത്തെ റൂം നമുക്ക് ഇടയിൽ കൂടെ അങ്ങനെ നല്ല രസമാട്ടോ. അപ്പോൾ ഹായ് ഗൈസ്, നമ്മളങ്ങനെ റൂമിലെത്തി. ഇതാണ് കേട്ടോ റൂം. ഇതാണ് ഇതിൻ്റെ ഡൈനിങ് ഹാൾ കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു ടി വിൻ്റെ ഒരു സ്പേസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 2 കബോർഡ് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ സ്പേസ് ഉണ്ട്. നമുക്ക് സാധനമൊക്കെ അടുക്കി വെക്കാൻ വേണ്ടി 2 പിന്നെ ഇവിടെ ആണ് കിച്ചൺ. ഇവിടെ ചെറിയൊരു കിച്ചൺ ഉണ്ട്. ഇവിടെ നമുക്ക് ചായയൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കെറ്റിലും പിന്നെ ചായപ്പൊടി പഞ്ചസാര ഇങ്ങോട്ട് മാറും. ഇതാണ് അവിടെ ആ സംഭവമുണ്ട്. പിന്നെ കപ്പും കാര്യങ്ങൾ വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വേസ് ഉണ്ട്. ഇനി നമുക്കിവിടെ 2 റൂമാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ സോഫ ഓക്കെ. ആ പിന്നെ നമ്മുടെ ഒരു ചെറിയ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ 2 റൂമാണുള്ളത്. അതിലാ ഒരു റൂമാണുള്ളത്. ഏകദേശം 2 ഒരേ വലിപ്പമാണ്, കാണാനും ഒരേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ബെഡ്. നല്ല നല്ല സ്പോഞ്ച് പോലെ. പിന്നെ ഇവിടെ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, അലമാര. വരും. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഒക്കെ ഡ്രസ്സ് വെക്കാം. പിന്നെ അവിടെ അത്യാവശ്യം ഡ്രസ്സ് വെക്കാം. പിന്നെ അതിൻ്റെ അടിയിലും ഉണ്ട് കേട്ടോ. ഇത് പൂട്ടാം, നാളെ കാണാം. ഇവിടെ അതുപോലെ ഇങ്ങോട്ട് വാ, ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇവിടെ ഇതാണ് കേട്ടോ, വിൻഡോ ആണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അപ്പുറത്തെ ഇവിടുത്തെ ബാത്റൂം കൂടെ കാണിച്ചില്ല. ഇവിടെ ഒരു വാൾ പെയിൻറ്, ഇവിടെ ഒരു ഫ്രെയിം ചെയ്തിട്ട് ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, കണ്ടോ? പിന്നെ ഓക്കെ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. കണ്ടോ? നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. നമ്മൾ ഗൈസ് ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. അടുത്ത റൂം ഇതേപോലെ തന്നെയാണ്, എന്നാലും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ കർട്ടനും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. ഇവിടെ കുറച്ചും കൂടെ വെളിച്ചമുള്ള പോലത്താണ്. ഇവിടെ അതുപോലെ തന്നെയുള്ള കബോർഡ് ഉണ്ട്. അലമാര ഇപ്പൊ ആദ്യം തന്നെ ഡ്രസ്സ് ഉദ്ഘാടനം. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു വാൾ പെയിന്റ്. നോക്കൂ, ഇവിടെ ഒരു ഇത് പിക്ചർ ഫ്രെയിം നല്ല അടിപൊളി പിക്ചറാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. നല്ലോണം കാണിക്കൂ. ഇനി ഇവിടെ ചെറിയൊരു വിൻഡോ. ഇത്ര പോകും. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ ബാൽക്കണിയിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഇതിലൂടെ പോകണത് അപ്പുറത്തൂടെ ഈ മറ്റേ നമ്മുടെ ഡൈനിങ് ടേബിളാണ്, അതിലൂടെ അങ്ങോട്ട് ഒരു വഴിയുണ്ട് കേട്ടോ. നമുക്ക് ഇതിലൂടെ പോയാലോ? ഇവിടെ കുത്തിട്ടോ ഇത് വേറൊരു റൂമാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചത് ഡബിൾ റൂം ഉള്ളതായിരുന്നു, ഇതിപ്പം സിംഗിൾ റൂം ഉള്ളതാണ്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സോഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് കിച്ചൻ്റെ ചെറിയൊരു സെറ്റപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഷുഗർ നമുക്കൊരു ചായ ഉണ്ടാക്കേണ്ട സെറ്റപ്പ് ആണ്. പിന്നെ
ഇവിടെ തന്നെ ആയിട്ടാണ് ടിവിൻ്റെത് വരുന്നത്. ഇവിടെ അതിൻ്റെ എന്താ ചെറിയൊരു എന്താ കബോർഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റിസപ്ഷനിലേക്കോ നമ്മൾ ക്ലീൻ ചെയ്യാനോ റെസ്റ്റോറൻറ്റ് എന്ത് വേണമെങ്കിലും ഒരു സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പറൊക്കെ ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാൽക്കണി വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല വെയിലാട്ടോ. അപ്പം നമ്മൾ നേരത്തെ മുകളിൽ നിന്ന് കണ്ട ആ ഒരു വ്യൂ പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ അവിടെ 3-4 പശു വന്നിട്ട് 5 പശു വന്നിട്ട് ഇതിപ്പം വന്നതാട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വന്നതാണ്. ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ട് അല്ലാണ്ട് വേറെ അതിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയറിന് വേറെ ഒരു സൗണ്ടും ഉണ്ടായില്ല. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ പശുവൊക്കെ അങ്ങോട്ട് പോവുക. അവിടെ ഒരു ചെറിയ താമരക്കുളം ഒന്നും ഉണ്ട് കേട്ടോ. ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അത് നമ്മൾ മുകളിലാണെങ്കിൽ നല്ലോണം കാണാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ഇപ്പോൾ കാണുന്നില്ല. അപ്പം നമുക്ക് റൂം കാണാൻ പോയാലോ? റൂം കണ്ടില്ലല്ലോ. കാണാം. ഗൈസ്, അപ്പം ഇതാണ് റൂം. അപ്പം ഇതാ ഇവിടെ ഒരു ബെഡ്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ ഒരു പെയിന്റ് ഉണ്ട് കേട്ടോ. ഒരു പിക്ചർ ഉണ്ട് ഇവിടെയും. പിന്നെ ഇതാ ഇവിടെ ഒരു അൽമാരൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടപോലത്തെ എല്ലാം ഓൾമോസ്റ്റ് അവിടെ ഉള്ള അതേ സെയിം സംഭവം തന്നെയാണ്. പിന്നെ സിംഗിൾ റൂമും ഡബിൾ റൂമും തമ്മിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അപ്പം നമുക്കിനി ബാത്റൂം കാണാം. ഇതാ ഗൈസ്, അപ്പം ബാത്റൂമാണ് കേട്ടോ ഇത്. ഇവിടെ തന്നെ ഒരു സോപ്പ് ഷാമ്പു ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ റൂമിൻ്റെ ഇവിടെ ഒരു ഡോറുണ്ട്. അവിടെ എന്താന്ന് നോക്കാം. ഇതും നമ്മൾ നേരത്തെ ബാൽക്കണിയിലേക്ക് വന്ന പോലത്തുള്ള ഒരു ഇതാണ് കേട്ടോ. അവിടെ നമുക്ക് റൂമിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. സംഭവം ഇത് ഇപ്പോഴാണ് കണ്ടത്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങോട്ടുള്ളതാണ് എന്നുള്ളത്. കണ്ടതാ റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഉണ്ട് കേട്ടോ. അത് കണ്ടില്ല, ഇവിടെ തന്നെ പുറത്തൊരു വാഷ് ബേസ് ഉണ്ട്. നമ്മൾ ചായക്ക് കുടി ഇവിടേക്ക് വന്ന് ഇവിടുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ചായക്ക് കുടി നമുക്ക് കയ്യൊക്കെ കേൾക്കി പോകാമല്ലോ. ഓക്കെ, അപ്പം നീ എങ്ങിയില്ലേ അതിലൂടെ കയറിയിട്ട് കൂട്ടിയിരിക്കുക. ഞാൻ ഇതിലൂടെ കയറി. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ ടോപ്പ് ഫ്ലോറാണുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുക, കുറച്ച് നമുക്ക് കഴിക്കാനും അങ്ങനെ കുറച്ച് കാക്കാനൊക്കെ ഫണ്ണാക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വ്യൂ ആണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്, എപ്പോഴും കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പോയോ. ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ വരാനുണ്ട് എന്നുള്ളത്. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇനിയും കുറച്ചും കൂടെ ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ ഓല നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ അതാ ഒരു അടിപൊളി ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ് ഗൈസ്. ഇപ്പം എന്താ ഇവിടെ അതാ അല്ലൂസൊക്കെ ഊഞ്ഞാലാടുന്നുണ്ട്. അപ്പം അതാ നമ്മൾ അമിക്കാക്ക ഉണ്ട് കേട്ടോ. അമിക്കാക്ക നമ്മളൊപ്പം കേട്ടോ ഇങ്ങോട്ട് വന്ന റിസോർട്ടിലേക്ക് വന്നത്. അമിക്കാക്ക നിങ്ങൾക്ക് അറിയലുണ്ടാവും, അല്ലൂസിൻ്റെ ബർത്ത്ഡേ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടേനു ആൾ. അപ്പോൾ എന്താ ഇവിടെ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറേ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട് വേറെ അല്ലേ. കാണുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഇതെന്താണെന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടമുള്ള ആൾക്കാരും കമൻറ്റ് ചെയ്യണേ. അത് നമുക്ക് ഇത് മുകളിൽ കൊണ്ടു കൊടുക്കാം. എല്ലാവരും ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് കൊണ്ട് കൊടുക്കാം.
അപ്പം ഗൈസ് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ, നല്ല ലൈറ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ വെള്ളത്തിലൊക്കെ കളിച്ച വരുന്ന വെള്ളത്തിലേക്ക് ഉന്തി തള്ളിയിട്ട് തന്നെയും തീരാൻ നനയേണ്ടാലോ വിചാരിച്ച് നടന്നിട്ട് വെള്ളത്തിലേക്ക് ഉന്തിയിട്ട് അപ്പോൾ പിന്നെ എന്തായാലും കുളിച്ച് കയറാൻ വിചാരിച്ച് വെള്ളത്തിലൊക്കെ കുളിച്ച് ഫുൾ സെറ്റായി. ഇപ്പോൾ ഇതാ നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഫുഡ് നമ്മൾ തന്നെ ഓരോരുത്തരും ഇങ്ങനെ വരുമ്പോൾ കൊണ്ടുവന്നതിന് കേട്ടോ അൽഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിക്കനും ഒക്കെ റെഡി ആക്കിക്കൊണ്ടാണ് വന്നത്. ഇവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഫുൾ ഫൺ ആൻഡ് ഗെയിംസ് ആണ്. അപ്പം ഗൈസ് ഓരോന്ന് ഫുട്ബോൾ കളിക്കുകയാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ ഇവർ തന്നെ എല്ലാവരും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാം. പിന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്, നമുക്ക് അടിപൊളിയാക്കണം. നമുക്ക് ബാക്കിയൊക്കെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം ഗൈസ് നമ്മൾ രാത്രി ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ്. അപ്പോൾ രാത്രിയുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു ആംബിയൻസ് നിങ്ങൾ കണ്ടില്ലല്ലോ. ഇതാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നല്ല തണുത്തിട്ട് എല്ലാവരും മറ്റേ സ്വെറ്റർ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട്, നമ്മളാണെങ്കിൽ അതൊന്നും ഇട്ട് കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അത് നല്ല തണുപ്പുണ്ട്. വെള്ളത്തിൽ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചാടുമെന്ന് അറിയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ കുറച്ച് അങ്ങോട്ട് മാറിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാനും ദിയ ഒക്കെ നനയും. ദിയ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ദിയ ഇപ്പോഴും വേറെ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ മാത്രം നിൽക്കുന്നത്. ഇത് അവിടെ കോഴി ചുടാൻ പോവാണ്. ഒന്ന് വെക്കല്ലേ നോക്കട്ടെ. ഇതൊന്ന് പറ്റിപ്പോട്ടെ. അങ്ങനെ ഗൈസ് ഇതാ കുറച്ച് ആൾക്കാർ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അൽഫാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കോഴി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അവർക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. പിന്നെ ഇവർ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇതാ ഇവരെല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ ഗെയിംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവരിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗെയിംസും കാര്യങ്ങളും ഉണ്ട്. കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. പക്ഷേ എങ്കിലും ഏതൊക്കെയാണ് ഗെയിം എന്തൊക്കെയാണ് ഗെയിം എന്നുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ല. ഓല ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഓലങ്ങ് റെഡി ആക്കിയിട്ട് ആ ഒരു ടൈമിൽ, ആ ഗെയിമിൻ്റെ ടൈമിൽ മാത്രമേ അത് റിവീൽ ചെയ്യുള്ളൂ എന്തൊക്കെയാണ് ഗെയിം എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് നമ്മുടെ സ്കൈവേൻ്റെ ഇതാ ഇവിടെയുള്ള ഫ്രണ്ട് ഭാഗത്തെ വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതപ്പോൾ ഏകദേശം 9 മണിയോളായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന, ഞാൻ പറയല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഗെയിംസിൻ്റെ കാര്യങ്ങൾ സെറ്റാക്കാണ്. ഇനിയാണ് ഗെയിംസൊക്കെ തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഉറങ്ങലൊന്നും ഉണ്ടാവില്ല. കാരണം ടൈമും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവരും അവിടെ കളിക്കുന്ന തിരക്കിലാണ്. എല്ലാവർക്കും ഇന്ന് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരിക്കും ഇത്. ഈ ഒരു ഡേ ഇനിയിപ്പോൾ എല്ലാവരും മിസ് ചെയ്യും. അത്രക്കും അടിപൊളിയായിട്ടുള്ള ഡേ ആണ്. അപ്പോൾ എന്താ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിക്കുന്നതായാലും ഗെയിംസിൻ്റെ ആയാലും ഒക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും കളിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്താ എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെയുള്ള എല്ലാവരും. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോൻ്റെ മെയിൻ തീം.
ആ ഞാൻ വരാം. അല്ലൂസ് കളിക്കാ? അല്ലൂസൊക്കെ ഇതാ കളിക്കണം. അല്ലൂസൊക്കെ ശരിക്കും ഈ നേരം നമ്മളെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ഏകദേശം അപ്പോൾ ഈ ടൈം ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. അപ്പോൾ എന്താ ഇവിടെ കുറേ കുട്ടികളുണ്ടോ, അവൻ്റെ ഏജിലുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ കൂടെ ഇവിടെ കളിക്കുന്ന തിരക്കിലാണ്. യൂഹൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി. വാ നമുക്ക് കളിക്കാം. ഗൈസ്, കുട്ടികൾ നല്ല ഡാൻസ് കളിയിലാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഗെയിംസ് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വെറുതെ നിൽക്കാനും, അപ്പം പിന്നെ ഡാൻസ് കളിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും അങ്ങ് ഡാൻസ് കളിക്കാൻ വന്നാണ്. ഗൈസ്, അങ്ങനെ പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞ് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഇതാ അല്ലൂസും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മുടെ അൽഫാമൊക്കെ റെഡി ആയിട്ടോ. അപ്പം പൊറാട്ടയും അൽഫാമും കുബ്ബൂസും പിന്നെ ഒരു ഫിഷിൻ്റെ കറിയും ഉണ്ട്. അപ്പം ഇതാ അതെല്ലാം കൂട്ടി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. ഗൈസ്, നമ്മൾ റിസോർട്ടിൻ്റെ ടോപ്പിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി വൈബായിരുന്നു. എല്ലാവരൊപ്പരും ഫുഡ് കഴിക്കുമ്പം നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ എല്ലാ ക്ലൈമറ്റും നമ്മൾ പോയ ടൈമിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് തന്നെ കേട്ടോ ഫുഡ് കഴിച്ചത്. ചില ആൾക്കാർ ഊഞ്ഞാൽമേൽ ഇരുന്ന് ഫുഡ് കഴിച്ച്, ബാക്കി എല്ലാവർക്കും ഇവിടെ ഇരിക്കാൻ തന്നെ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും ഊഞ്ഞാൽമേൽ നാട്ടോ ഫുഡ് കഴിച്ചേ.
ഇങ്ങോട്ട് കലിസേ അത് എന്നൂര് അതന്നെ ഗൈസ് അങ്ങനെ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം എന്താ കുറച്ച് ആൾക്കാർ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ഓലൊക്കെ സൺറൈസ് കാണാൻ പോയതായിരുന്നു. ഇന്നലെ നമ്മൾ രാത്രി കിടന്ന് തന്നെ, രാത്രിയല്ല നമ്മൾ ഇന്നലെ പുലച്ചക്കാട്ടോ കിടന്നത്. പുലച്ചക്ക് 5 മണിയാവുമ്പോഴെങ്ങനെയാണ് നമ്മൾ പോയി കിടന്നത്. അത്രയും നേരം ഗെയിംസൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നാണ് ഓലൊക്കെ പറഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ പോകാമെന്ന്. അപ്പോഴത്തേക്കും കുറേ ലേറ്റ് ആയതുകൊണ്ട് നമ്മളൊന്നും പോയില്ല. കുറച്ച് ആൾക്കാർ പോയി. അപ്പം ഓല് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പം വന്നത്. അതാണ് ഇപ്പോൾ ഓല് ഫുഡ് കഴിക്കുന്നത് കാണുന്നത്. ഇപ്പം ഞാൻ ഈ സൂം ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് എന്നൂർ എന്നാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ പോയിക്കില്ല കേട്ടോ ഗൈസ് അവിടെ. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും പറഞ്ഞു നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ കളിക്കാമെന്ന്. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് കുറച്ച് നേരം. അപ്പോഴത്തേക്കും നമ്മൾ കളിക്കുന്ന കണ്ടപ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡിൽ ചെറിയൊരു മുളങ്കാട് ഉണ്ട്. അപ്പം അവിടെ നിന്നുണ്ട് കുറേ കുരങ്ങന്മാർ കയറി വന്നിട്ട്. അപ്പോൾ എല്ലാവരും പേടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി. ഇനിയിപ്പം നമ്മൾ കുളിച്ച് മാറ്റിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാ ഗൈസ് നമ്മളിങ്ങനെ കുളിച്ചൊക്കെ മാറ്റി ഇനിയിപ്പം നമ്മൾ നേരെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്നലൊക്കെ കളിച്ച ഗെയിംസിൻ്റെ ഗിഫ്റ്റ്, ആരാ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ്, അതിൻ്റെയൊക്കെ ഗിഫ്റ്റ് നമ്മൾ ഇന്നാണ് കൊടുക്കുന്നത്, രാവിലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഫാമിലിയിലെ ആൾക്കാരും കുറച്ച് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മളും ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം അവിടെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് എന്റെ പേര് വിളിക്കേ ഇങ്ങോട്ട് നോക്കി കൊടുക്കാനാ വാങ്ങാനില്ല. സോറി ഇതെടുത്തില്ലേ മ്യൂസിക്കൽ ചെയർ നമ്മളെ ലേഡീസ് പെൺകുട്ടികൾ പെണ്ണുങ്ങളാരാ ബലൂൺ പൊട്ടിക്കുക? ഒന്നും കൊടുത്താൽ മതി. ബലൂൺ പൊട്ടിക്കല് നടക്കേ എന്നിട്ട് വാങ്ങടാ. അവിടേക്ക് പ്രോത്സാഹന സാധനം ഉണ്ടല്ലോ ഇതിലോക്കി
ബലൂൺ ഫൈറ്റ് സെക്കൻഡ് സാബിറ അലിക്കോയ നെക്സ്റ്റ് ഇതിലേക്ക് സൈഡിലേക്ക് നെക്സ്റ്റ് മരുമകൾ ലക്കി ബമ്പർ ഖദീജ കുക്കുനെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും നല്ല കുമ്മാച്ചട്ടിയാ നോക്കി ലൂസ് വാങ്ങിക്കോ വാങ്ങിക്കോ ലൂസ് സെക്കൻഡിന് അത് വാങ്ങിക്കോ അതിപ്പൻ്റെ അല്ലേ വർക്കനെ പറ ഗൈസ് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പം എന്താ ഓരോരുത്തർ ലഗേജസ് ഒക്കെ കാറിലേക്ക് എടുത്ത് വെക്കുകയാണ്. നല്ല അടിപൊളി ടൂറായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വൈബായിരുന്നു, എല്ലാവരും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഇതാ ഇപ്പം ഇനി എല്ലാവരും ഓരോരുത്തരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം എന്താ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്, ഫാമിലി ഫോട്ടോ എടുക്കുകയാണ്, ഇനി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം എല്ലാവരും കൂടെ ഒന്നിച്ചിട്ട്. പിന്നെ സമ്മാനം കിട്ടാത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവരെല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി ഒരു വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. അപ്പം ഗൈസ് നമ്മൾ റിസോർട്ടിൽ നിന്ന് പോകാൻ പോവാണ്. എല്ലാവരും റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ മുമ്പേ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് ഇനിയും ഫോട്ടോ എടുക്കാണ്ട് ഗ്രൂപ്പ് ഫോട്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വരാം.
സഹൃദയരായ നാട്ടുകാരെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ സമാപിച്ചു കൊണ്ടതായി അറിയിച്ചു കൊടുക്കും. ഗൈസ് നമ്മളങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ലാസ്റ്റ് നമ്മളാണ് തോന്നുന്നു ഇറങ്ങുന്നത്. ഫസ്റ്റ് റിസോർട്ട് കയറിയത് നമ്മളാണ്, ലാസ്റ്റ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മളാണ് കേട്ടോ. നമ്മളിപ്പം വയനാട് ചുരം ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല. ലഞ്ച് പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കണം. നല്ല ട്രിപ്പാണ് കേട്ടോ. നല്ല അടിച്ച് പൊളിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങലും പിന്നെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഗെയിംസ് കളിക്കലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. നമ്മളെ കൂടെ അമിക്കാക്ക ഉണ്ട് കേട്ടോ. ചോറാ ബിരിയാണി ചോറില്ലേ ബിരിയാണി ചോറ് ബിരിയാണി ഗൈസ് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ.